അങ്ങനെ അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് വീണ്ടും വന്നിരിക്കുന്നു. വന്ന ആദ്യത്തെ ദിവസം തന്നെ ഏകദേശം 78 എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ആണ് ക്യാൻസൽ അല്ലെങ്കിൽ അമെൻമെന്റ് വരുത്തിയിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇസ്രായേൽ ഹമാസ് വാർ, റഷ്യ ഉക്രൈൻ വാർ, ഇതുപോലെ തന്നെ ഇന്ത്യൻസിന്റെ ഇമിഗ്രൻസിനെ കുറിച്ച് ഒക്കെ പ്രധാനപ്പെട്ട ഡിസിഷൻ ആദ്യത്തെ ദിവസം തന്നെ ട്രംപ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 78 ഡിസിഷനിൽ നമ്മൾ പ്രധാനമായിട്ടും ഇന്ത്യക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, അതുപോലെ തന്നെ ഇസ്രായേൽ ഹമാസ് വാറിന്, റഷ്യ ഉക്രൈൻ വാറിന്, അതുപോലെ തന്നെ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന ഏതെല്ലാം ഡിസിഷനാണ്, അതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടാനെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ വീഡിയോയിലോട്ട് കിടക്കാം. ഒന്നാമത്തെ നോക്കുകയാണെങ്കിൽ WHO, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അപ്പോൾ കോവിഡ് വന്ന സമയത്ത് തന്നെ ട്രംപ് ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു കാര്യമാണ്, അതായത് ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കൊണ്ട് വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാന്ന്. അപ്പോൾ ഇതിന് കൂടുതലായിട്ട് ഫണ്ട് ചെയ്യുന്ന ആരാന്ന് വെച്ചാൽ ഇതേ അമേരിക്ക തന്നെയാണ്. ഇപ്പോൾ ട്രംപ് പറയുന്ന കാര്യം എന്താ വെച്ചാൽ, അതായത് നമ്മളാണ് ഫണ്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു കൂടുതൽ കൺട്രോൾ ഈ ചൈനയ്ക്കാണ് ഉള്ളത്. പിന്നെ എന്തിനാണ് ഞാൻ അതിന് ഫണ്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഫണ്ടിങ് കംപ്ലീറ്റ് ആയിട്ടും സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു. രണ്ടാമത്തത് പാരീസ് ക്ലൈമറ്റ് ട്രീറ്റി എന്ന് പറയുന്ന ഒരു ട്രീറ്റി ഉണ്ടായിരുന്നു. അമേരിക്കയും ഇതിന്റെ ഭാഗമായിരുന്നു. അതായത് ഈ ക്ലൈമറ്റ് കൺട്രോളും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഡിസിഷൻ എടുക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിലും ഫണ്ടിങ് അമേരിക്കയാണ്. പക്ഷെ ഇപ്പോൾ അതിൽ നിന്നും ട്രംപ് പുറത്തു വന്നിരിക്കുന്നു. മൂന്നാമത്തത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ ഇന്ത്യൻസ് ആയിക്കോട്ടെ, ലോകത്തുള്ള ആരാണെങ്കിലും അമേരിക്കയിൽ പോയി അവിടെ കുട്ടികൾ ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ അവിടെ ഒരു ഇമിഗ്രൻസിന് കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ബൈ ബർത്ത് അമേരിക്കൻ എന്ന് പറയുന്ന ഒരു സിറ്റിസൺഷിപ്പ് കിട്ടുകയാണ് ആ കുട്ടിക്ക് മാത്രം. പക്ഷെ ഇനി ട്രംപ് പറഞ്ഞിരിക്കുന്നത്, അതായത് ഇങ്ങനെ ഇല്ലീഗലായി വരുന്ന ആൾക്കാർക്കെല്ലാം തന്നെ ഇവിടെ നമ്മൾ സിറ്റിസൺഷിപ്പ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള ആൾക്കാരുടെ ടാക്സ് ഇല്ലാണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർക്ക് തൊഴിലില്ലായ്മ ഇതെല്ലാം കൂടാൻ സാധ്യതകളുണ്ട്. ഈ പുറമേ നിന്ന് വരുന്ന ആൾക്കാര് അമേരിക്കൻസിനെ റീപ്ലേസ് ചെയ്യും എന്നുള്ളൊരു ഭീതി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി അതും ക്യാൻസൽ ചെയ്തിട്ട്. നാലാമത്തെ എന്താണെന്ന് വെച്ചാൽ, അതായത് ഫെഡറൽ ഗവൺമെന്റിന്റെ തീരുമാനങ്ങളാണ്. അപ്പോൾ ഇതുവരെ ഫെഡറൽ ഗവൺമെന്റിന്റെ കുറെ അധികം ആൾക്കാര് വീട്ടിൽ നിന്നായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇനി വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന കൾച്ചറേ നമുക്കില്ല, എല്ലാവരും ഓഫീസിലോട്ട് വന്നേക്ക്. രണ്ടാമത്തത്, ഫെഡറൽ ഗവൺമെന്റിന്റെ പല തീരുമാനങ്ങളും അത് തെറ്റായിരുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. അതെല്ലാം തന്നെ ഒന്ന് റിവൈവ് ചെയ്യണം. അതുപോലെ തന്നെ ഇനി ഫെഡറൽ ഗവൺമെന്റ് ട്രംപ് അടുത്ത ഡിസിഷൻ പറയുന്നോടെ വരെ ഒരു ഇതും, അതായത് ആരും തന്നെ ബ്യൂറോക്രാറ്റ്സ് ആരും തന്നെ അടുത്ത ഡിസിഷൻ എടുക്കാനോ അല്ലെങ്കിൽ അടുത്ത ഒരു ഓർഡർ കൊടുക്കാനോ ഇഷ്യൂ ചെയ്യാനോ പാടില്ല എന്ന് പറയുന്ന ഒരു കർശന നിയമം കൊടുത്തിട്ടുണ്ട്. ഫെഡറൽ ഗവൺമെന്റിന് ഇപ്പോൾ തൽക്കാലം കൊടുത്തിരിക്കുന്ന ഒരേ ഒരു പണി മാത്രമാണ്, അത് ആർമിയിൽ മാത്രം റിക്രൂട്ട്മെന്റ് നടത്താം. ബാക്കിയെല്ലാം മെറിറ്റ് വൈസ്, അതായത് ഇങ്ങനെ സംവരണം കൊണ്ട് കൊടുക്കരുത്, മെറിറ്റ് വൈസിന് മാത്രമേ ഇനി കൊടുക്കാൻ പാടുള്ളൂ. അതിന് തിരുത്തം വരുന്നോളം വരെ ഈ ഒരു ഡിസിഷൻ ആരും എടുക്കരുത് എന്ന് പറയുന്ന ഒരു ഓർഡറും ഇഷ്യൂ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഫെഡറൽ ഗവൺമെന്റ് അടുത്ത് മറ്റൊരു കാര്യം കൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നു, അതായത് അമേരിക്കയിൽ ഇൻഫ്ലേഷൻ കൂടിയല്ലോ, അതായത് സാധനങ്ങൾക്കെല്ലാം തന്നെ വില കൂടുതലായതുകൊണ്ട് തന്നെ ഇത് എന്തുകൊണ്ടാണ്, ഓയിൽ പ്രൈസ് എന്തുകൊണ്ടാണ് കൂടിയത്? ഫെഡറൽ ഗവൺമെന്റ് കുറെ തെറ്റായ ഡിസിഷൻ ആണോ, അല്ലെങ്കിൽ ജോ ബൈഡൻ ഗവൺമെന്റ് നിങ്ങൾ കൊടുത്ത ഡിസിഷൻ തെറ്റായതാണോ, ഒക്കെ കൂടി അനലൈസ് ചെയ്തുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് തരണം. അടുത്ത ഇമ്പോർട്ടന്റ് പറഞ്ഞിരിക്കുന്നത്, അതായത് ജോ ബൈഡന്റെ സമയത്തെല്ലാം തന്നെ കൂടുതലും, അതായത് പ്രതിവശം നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം തന്നെ ഈ ഡീപ് സ്റ്റേറ്റ് എല്ലാം തന്നെ അവരെ അറസ്റ്റ് ചെയ്ത് ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം തന്നെ ഇനി ഫ്രീഡം ഓഫ് സ്പീച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ആർക്ക് വേണേലും എന്ത് വേണേലും സംസാരിക്കാം, എന്തേലും പറഞ്ഞു എന്ന പേരിൽ ഇനി അറസ്റ്റ് ചെയ്യാൻ പാടില്ല. കൃത്യമായ ഒരു എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമോ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുകൂടാതെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഇനി അവിടെ ഡ്രഗ്സ്, അതായത് ഈ കഞ്ചാവ്, മയക്കുമരുന്ന് ഇങ്ങനെയുള്ള കാര്യത്തിലെല്ലാം തന്നെ അടിമയാവുന്ന ആൾക്കാരെല്ലാം തന്നെ ഇനി ടെററിസം എന്ന് പറയുന്ന ഒരു പേര് മുദ്ര കുത്തിയിട്ടാണ് അവരെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇനി ഡ്രഗ്സ് ഏകദേശം കൺട്രോൾ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇത് എത്രയും നല്ല ഒരു തീരുമാനം തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി അടുത്ത എന്താണെന്ന് വെച്ചാൽ, അതായത് LGBT കുറിച്ചാണ്. അതായത് അമേരിക്കയിൽ രണ്ട് ആൾക്കാരേ ഉള്ളൂ, ഒന്ന് മെയിൽ ഒന്ന് ഫീമെയിൽ. ഇനി അതിന്റെ അപ്പുറത്ത് ഒരു ജെൻഡർ പോലും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മാത്രമല്ല, അമേരിക്കൻ ആർമിയിലടക്കം ഈ LGBT ഉണ്ടായിരുന്നു. അതിനെയൊക്കെയും പരിശോധിച്ചുകൊണ്ട് തന്നെ, അതായത് ഈ ഇത് തന്നെ മതി, ദൈവം രണ്ടുപേരെയോ ഈ ലോകത്ത് ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ളൂ, അവര് തന്നെ ഈ ലോകത്ത് മതി എന്നാണ് ഇപ്പോൾ ട്രംപിന്റെ ആവശ്യം. ഇതും ഒരു നല്ല തീരുമാനം തന്നെയാണ്. അടുത്തതായിട്ട് ബോർഡർ കംപ്ലീറ്റ് ആയിട്ടും എമർജൻസി ഡിക്ലെയർ ചെയ്തുകൊണ്ട് കൂടുതലായിട്ടും ഫോഴ്സിനെ ബോർഡറിലോട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് എന്താ വെച്ചാൽ, അതായത് മെക്സിക്കോയിൽ നിന്നും അതുപോലെ തന്നെ കാനഡയിൽ നിന്നെല്ലാം തന്നെ ഇല്ലീഗലായി വരുന്ന ആൾക്കാരെല്ലാം തന്നെ ബ്ലോക്ക് ചെയ്യാൻ പോവുകയാണ്. ഇമിഗ്രൻസ് ഇനി അതായത് അമേരിക്കയിലോട്ട് ഇല്ലീഗലായിട്ട് കയറണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഇത് ട്രംപ് ആദ്യം തൊട്ടേ പറഞ്ഞു വരുന്നതാണ്. ഇനി ഇന്ത്യൻ ഇമിഗ്രൻസിനെ കുറിച്ചും പറഞ്ഞിട്ട് അത് അവസാനം നോക്കാം. അടുത്തതും LGBT കുറിച്ച് തന്നെയാണ്. അതായത് ഈ പാരീസ് ഒളിമ്പിക് 2024 നമ്മൾ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അതായത് ചർച്ചാ വിഷയമായി മാറിയതാണ്. ഞാനൊരു ആണാണ്, പക്ഷെ എനിക്ക് പെണ്ണിനെ പോലെയുള്ള ഇങ്ങനൊരു ട്രാൻസ്ജെൻഡർ ഒരു മിക്സർ അല്ല തന്നെ വലിയ രീതിയിൽ വിവാദമെല്ലാം ആയതാണ് പാരീസ് ഒളിമ്പിക് 2024. ഇനി അത് ഇല്ല. അമേരിക്കയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ സ്പോർട്സിനും പെണ്ണാണെങ്കിൽ പെണ്ണിന്റെ കോമ്പറ്റീഷൻ മാത്രം, ആണാണെങ്കിൽ ആണിന്റെ കോമ്പറ്റീഷൻ മാത്രം. അതും അതായത് കറക്റ്റ് ആയിട്ട് ബോഡി പ്രൊസീജിയർ എല്ലാം നോക്കിയതിനു ശേഷം അത് പെണ്ണാണെങ്കിൽ പെണ്ണിന്റെ എതിരോട്ട് വിടും, ആണാണെങ്കിൽ ആണിന്റെ എതിരോട്ട് വിടും. ഇത് മാത്രമോ സ്പോർട്സിലുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇതും കൊണ്ടുവന്നിരിക്കുന്നു. അടുത്തൊരു ഇമ്പോർട്ടന്റ് ആണ്. അതായത് കഴിഞ്ഞ വട്ടം ട്രംപ് അതായത് പ്രസിഡന്റ് ആയി നിന്ന് അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് കുറേയധികം ആൾക്കാരെല്ലാം തന്നെ പ്രശ്നമുണ്ടാക്കിയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ആ ഒരു ഇലക്ഷൻ തന്നെ അതായത് മാനിപ്പുലേറ്റ് ചെയ്താന്ന് പറഞ്ഞിട്ടായിരുന്നു ട്രംപിന്റെ സപ്പോർട്ടേഴ്സ് എല്ലാം ഉണ്ടായിരുന്നത്. അപ്പോൾ ട്രംപ് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ പേര് ആ വൈറ്റ് ഹൗസിൽ കയറി പ്രശ്നമുണ്ടാക്കി. ജോ ബൈഡന്റെ പാർട്ടി വന്നപ്പോൾ അവരെല്ലാം അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ആ അറസ്റ്റ് ചെയ്ത എല്ലാവരും വെറുതെ വിട്ടയക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി പ്രധാന ഇമ്പോർട്ടന്റ് ടോപ്പിക്കിലോട്ടൊക്കെ എല്ലാം കിടക്കാം. അതായത് ടിക്ടോക്കിന് അടുത്ത ഒരു 90 ദിവസം കൂടെ ഗ്രേസ് പീരീഡ് കൊടുത്തിരിക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ അതായത് ടിക്ടോക്കിനെ കംപ്ലീറ്റ് ആയിട്ടും ട്രംപും ബാൻ ചെയ്യില്ല. കാരണം ട്രംപ് ഈ 2024 ഇലക്ഷൻ ജയിക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണം ടിക്ടോക്കിൽ കൂടിയാണ്. അവരുടെ കൂടുതൽ ഫോളോവേഴ്സും ഈ ടിക്ടോക്കിലൂടെയൊക്കെയാണ് വീഡിയോ പ്രചരണം ചെയ്തത്. കാരണം കൂടുതൽ വ്യൂസ് എല്ലാം കിട്ടുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോം കംപ്ലീറ്റ് ആയിട്ടും പുറത്തു പോകാൻ അതായത് ട്രംപിന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ട്രംപ് ഇപ്പോൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ ഞാൻ ഒരു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഷട്ട് ഡൗൺ ആവണം. അതിന് പകരം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 50% ഓണർഷിപ്പ് എങ്കിലും അല്ലെങ്കിൽ 51% ഓണർഷിപ്പ് എങ്കിലും അമേരിക്കയിലുള്ള ഒരാൾക്ക് വിറ്റ് ബാക്കി ഓണർഷിപ്പ് നിങ്ങൾ വെക്കണമെങ്കിൽ നിങ്ങൾക്കും പകുതി കിട്ടും, എനിക്കും പകുതി കിട്ടും, രണ്ടും ലാഭമായി നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അവസരം കൊടുത്തിരിക്കുന്നു. അപ്പോൾ മോസ്റ്റ് പ്രോബബിളി ഇപ്പോൾ വരുന്ന ഒരു ന്യൂസ് അനുസരിച്ച് എലോൺ മസ്ക് തന്നെ ടിക്ടോക്കിന്റെ പകുതി ഷെയർസ് എടുക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നാണ് അമേരിക്ക എന്ന് പല ന്യൂസുകളും വന്നിരിക്കുന്നത്. ഇത് ഒഫീഷ്യലായി കൺഫേം ആയ ന്യൂസ് അല്ല. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ ഹമാസ് വാറിനെ കുറിച്ചും റഷ്യ ഉക്രൈൻ വാറിനെ കുറിച്ച് അതായത് ട്രംപ് പറഞ്ഞിരിക്കുന്നത് അതായത് നമ്മൾ ബാക്ക് എൻഡിൽ കംപ്ലീറ്റ് ആയിട്ടും ഡിസ്കഷൻ എല്ലാം നടക്കുന്നുണ്ടെന്നാണ്. അടുത്ത ഒരു 2 മാസത്തിനുള്ളിൽ അതിനൊരു റിസൾട്ടും വരാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഇപ്പോൾ റഷ്യയുടെ ആവശ്യം എന്താ വെച്ചാൽ അതായത് റഷ്യ പിടിച്ചെടുത്ത സ്ഥലമല്ലാതെ തന്നെ റഷ്യന്റെ അടുത്ത് കൊടുത്തിട്ട് അതായത് ഉക്രൈന്റെ സ്ഥലം റഷ്യന്റെ അടുത്ത് കൊടുത്തിട്ട് ഇതിലൊരു എഗ്രിമെന്റ് സൈൻ ചെയ്യണം. അത് മാത്രമല്ല നാറ്റോയിൽ ഉക്രൈൻ ജോയിൻ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിബന്ധനയും കൂടി ഉണ്ടെങ്കിൽ റഷ്യ ഈ യുദ്ധം നിർത്താൻ തയ്യാറാണ്. പക്ഷെ ഇതിന് ഉക്രൈൻ തയ്യാറല്ല. പക്ഷെ ഉക്രൈൻ തയ്യാറല്ല എന്ന് വെച്ചാൽ അമേരിക്ക സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഉക്രൈന് വലിയ രീതിയിലുള്ള നഷ്ടമുണ്ടാവും. അത് ഇതുപോലും ഇല്ലാണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് ആ ഒരു രീതിയിൽ അതായത് ചർച്ചകളെല്ലാം തന്നെ അവസാനിക്കാനും റെഡിയാവുന്നുണ്ട്. ഇനി ഇസ്രായേൽ ഹമാസ് വാറിനെ കുറിച്ച് നോക്കുമ്പോൾ അതായത് ഈ ജോ ബൈഡന്റെ പാർട്ടി കുറേയധികം അഡ്വാൻസ് വെപ്പൺസ് എല്ലാം തന്നെ ഇസ്രായേലിന് കൊടുക്കാതിരിക്കാൻ വേണ്ടി അവർ കുറേയധികം റെസ്ട്രിക്ഷൻസ് എല്ലാം ഉണ്ടായിരുന്നു. അതായത് ഇസ്രായേലിന് കുറെ വെപ്പൺസുകൾ അവർ കൊടുത്തില്ല. ഇസ്രായേൽ ചോദിച്ചു വെപ്പൺസ് എല്ലാം തന്നെ. അപ്പോൾ ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഒന്നും ആവശ്യമില്ല, എല്ലാ വെപ്പൺസും ഇസ്രായേലിനും കൊടുക്കാം, അവർ ചോദിക്കുന്ന വെപ്പൺസ് എല്ലാം നമുക്കും കൊടുക്കാം. അതായത് നമ്മുടെ ഏറ്റവും ഫ്രണ്ട്ലി രാജ്യം തന്നെയാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞുകൊണ്ട് വെപ്പൺസ് കംപ്ലീറ്റ് ആയിട്ടും ഇസ്രായേലിന് കൊടുക്കാനുള്ള പെർമിഷൻ കൊടുത്തിരിക്കുന്നു. അത് മാത്രമല്ല യുദ്ധത്തിനെ കുറിച്ച് നോക്കുമ്പോൾ അത് അവരുടെ കാര്യമാണ്, അതായത് അവർ ഡിസൈഡ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏകദേശം യുദ്ധം അവസാനിച്ചല്ലോ. പക്ഷെ ഗസ തീരുമാനത്തിൽ അതായത് എബ്രഹാം അക്കോർഡ്സ് വീണ്ടും ട്രംപ് കൊണ്ടുവരും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. എബ്രഹാം അക്കോർഡ്സ് എന്താണെന്ന് അറിയാത്തവർക്ക് അതായത് എല്ലാ അറബ് ലോകങ്ങളും അതായത് അറബ് രാജ്യങ്ങളെല്ലാം തന്നെ ഇസ്രായേലുമായിട്ട് സൗഹൃദമായി പോകാനുള്ള ഒരു കരാറാണ് എബ്രഹാം. കാരണം എബ്രഹാം എന്നുള്ള പേര് വന്നത് തന്നെ മുസ്ലിംസിന്റെ അതായത് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആണെങ്കിലും അതുപോലെ തന്നെ ഇതേപോലെ തന്നെ ഇസ്രായേലിന്റെ ജൂയിഷിന്റെ ആണെങ്കിലും അതുപോലെ തന്നെ ക്രിസ്ത്യൻസിന്റെ ആണെങ്കിലും എല്ലാവരും ഒരേ വഴിയിൽ നിന്ന് വന്നവരാണ്, അതായത് എബ്രഹാം. അപ്പോൾ ആ ഒരു എബ്രഹാമിന്റെ പേര് കൊണ്ടാണ് എബ്രഹാം അക്കോർഡ്സ് എന്ന് തന്നെ പേര് വന്നിരിക്കുന്നത്. അപ്പോൾ അത് പ്രൊസീഡ് ചെയ്യാനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട്. ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇമിഗ്രൻസ് തന്നെയാണ് ഇന്ത്യയുടെ പ്രശ്നം. H1B വിസ ആയിക്കോട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് റെസ്ട്രിക്ഷൻസിലോട്ട് കൊണ്ടുവരികയാണ്. അതുമാത്രമല്ല ഏകദേശം 18,000-ഓളം ഇല്ലീഗലായിട്ട് ഇന്ത്യയിൽ നിന്ന് പോയ ഇന്ത്യൻസ് അമേരിക്കയിലുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് ഇപ്പോൾ അമേരിക്കൻ ഗവൺമെന്റുമായി ചർച്ച ചെയ്യുന്നുണ്ട്. 18,000 പേരും തിരിച്ച് ഇന്ത്യയിലോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ഇന്ത്യ റെഡിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരു വലിയ പ്രശ്നമൊന്നും നമുക്ക് ഉണ്ടാവേണ്ട ഒരു രീതിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ആ ഒരു രീതിയിലോട്ട് നമ്മൾ നീങ്ങുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ 18,000 പേരെ അവിടെ നിന്ന് ഡീപ്പോർട്ട് ചെയ്ത് ഇന്ത്യയിലോട്ട് കൊണ്ടുവരും. ഇതുപോലെ തന്നെ ബ്രിക്സിന്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് ബ്രിക്സ് ഡോളറിന് എതിരായിട്ട് എന്തെങ്കിലും വരികയാണെങ്കിൽ
100% ട്രാഫിക് ഇൻക്രീസ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ തന്നെ മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും 50% ടാക്സ് ഇൻക്രീസ് ചെയ്യും എന്ന് പറഞ്ഞാൽ 25% ഇൻക്രീസ് ചെയ്തു. ഇതിന്റെ പ്രധാന കാരണം ട്രംപ് പറയുന്നത് എന്താ വെച്ചാൽ അത് അവരുടെ സാധനങ്ങളെല്ലാം ഇവിടെ വിറ്റ് പോകുന്നു, അവർ തിരിച്ച് നമ്മുടെ കയ്യിൽ നിന്നൊന്നും വാങ്ങുന്നില്ല, പിന്നെ നമ്മൾ എന്തിനാണ് നമ്മളെ ടാക്സ് അവർക്ക് കൊടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള പ്രധാന തീരുമാനങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇതേപോലെ കുറേയധികം തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.